തിരുവനന്തപുരം ജില്ലയിൽ സിപിഎമ്മിന്റെ മുഴുവൻ സിറ്റിംഗ് എംഎൽഎമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ജില്ലാ സെക്രട്ടറി വി ജോയ് വീണ്ടും മത്സരിച്ചില്ല എങ്കിൽ വർക്കലയിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് യോഗം വിലയിരുത്തി. തിരുവനന്തപുരം, കോവളം മണ്ഡലങ്ങൾ പാർട്ടി ഏറ്റെടുക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ സീറ്റുകളിൽ 10 കഴിഞ്ഞ തവണ സിപിഎം നേടിയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആരൊക്കെ മത്സരിക്കണമെന്ന പ്രാഥമിക ചർച്ചകളാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നത്. സിറ്റിംഗ് എംഎൽഎമാരിൽ 10 പേരും മത്സരിക്കട്ടെ എന്ന അഭിപ്രായം സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായി. നിലവിലെ എംഎൽഎമാരെ മാറ്റി മറ്റൊരു പരീക്ഷണം വേണ്ടെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ജില്ലാ സെക്രട്ടറി വി ജോയ് മത്സരിക്കണമോ എന്ന സംശയം എം.വി. ഗോവിന്ദൻ പ്രകടിപ്പിച്ചു. എന്നാൽ ജോയ് മത്സരിച്ചില്ലെങ്കിൽ വർക്കല സീറ്റ് നിലനിർത്താൻ കഴിയില്ലെന്നായിരുന്നു നേതാക്കളുടെ അഭിപ്രായം. വിജയസാധ്യത കണക്കിലെടുത്ത് 2 ടേം നിബന്ധനകൾ കർശനമാക്കുന്നില്ലെന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. തൊണ്ടിമുതൽ കേസിൽ അയോഗ്യനാക്കപ്പെട്ട ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം മണ്ഡലവും RJD മത്സരിക്കുന്ന കോവളവും പാർട്ടി ഏറ്റെടുക്കണമെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായമുയർന്നു. എന്നാൽ ഇതിന് സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സംസ്ഥാന നേതൃത്വമാണ് ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം മറികടക്കാൻ സാധ്യത കുറവാണ്. മീഡിയ 1 തിരുവനന്തപുരം.